ഇപ്പോൾ അത് അക്വാസ്കാപ്പിംഗ് എന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അവർ നല്ല രീതിയിൽ വന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. അവർ ചെയ്യുന്നതിന് കോസ്റ്റ് വരിക എന്ന് പറയുന്നത് അവർ ഉപയോഗിക്കുന്ന കാര്യങ്ങളിലെല്ലാം യൂസ് ചെയ്യുന്ന സബ്സ്ട്രാക്കിൾസിന്റെയും അല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിന്റെയൊക്കെ കോസ്റ്റ് വരുമ്പോഴാണ് അതിന്റെ റേറ്റ് വരുന്നത്. ഇതൊരു പ്ലെയിൻ പേപ്പറാണ് എന്ന് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അതിൽ ഒരു കലാകാരന് ആ പ്ലെയിൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ആ ഒരു പേപ്പറിൽ ഏത് രീതിയിൽ വേണോ അയാൾക്ക് അതിനെ വരച്ച് മാറ്റാൻ പറ്റും. അതേപോലെ ഒരു ടാങ്കിനെ നമുക്ക് ഒരു സൈഡ് മാത്രം വ്യൂ വരത്തക്ക രീതിയിൽ നമുക്ക് പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം രണ്ട് സൈഡും ചെയ്യുന്നുണ്ട്, 360 ഡിഗ്രി ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്കതിൽ ഏത് ടൈപ്പ് ചേഞ്ചസ് വേണമെങ്കിലും വരുത്താം. ആ രീതിയിൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷെ തുടങ്ങുന്നത് വളരെയധികം പുതിയൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ രീതിയിൽ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാലേ നമുക്ക് പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റൂ. ഇപ്പോൾ വളരെ വലിയ രീതിയിൽ പൊടിക്കുന്ന ഒരു പ്ലാന്റ് ആണ്, അതിനെ എടുത്ത് കൊണ്ടുവന്ന് ടാങ്കിന്റെ ഫ്രണ്ടിൽ വെച്ചാൽ അത് വളർന്നു വരുമ്പോൾ നമുക്ക് ബാക്കിലോട്ടുള്ള വ്യൂ എല്ലാം പോകും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി ചെറിയ രീതിയിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും പ്ലാന്റ് ടാങ്ക് വളരെയധികം ബെറ്റർ, സ്റ്റാർട്ടിങ്ങിനൊക്കെ ബെറ്റർ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാതരം മീനുകളെയും നമുക്ക് ഇടാൻ പറ്റില്ല. ഇപ്പൊ ഗോൾഡ്, കോഴിക്കാർപ്പ് അതേപോലെയുള്ള വെറൈറ്റീസിനൊന്നും ഒരിക്കലും നമുക്ക് പ്ലാന്റ് ടാങ്കിൽ ഇടാൻ പറ്റില്ല. സ്കൂൾഡ് ഫിഷസ് എന്ന് പറയുന്നത് എല്ലാം ഒരുമിച്ച് വരുന്ന ടൈപ്പ് വെറൈറ്റീസിനെയാണ് നമ്മൾ സ്കൂൾഡ് എന്ന് പറയുന്നത്. സ്കൂൾഡ് കോമൺ ആയിട്ട് വരുന്ന ടെട്രാസ് ആണ്, വിഡോ ടെട്ര അല്ലെങ്കിൽ നിയോൺ ടെട്ര, ഇതേപോലത്തെ വെറൈറ്റീസ് ആണ് കോമൺ ആയിട്ട് ഈ സ്കൂൾഡ് കാറ്റഗറിക്കകത്ത് വരുന്നത്.